ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായി വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഒമാന് കർശന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കിടക്കേണ്ടതാണെന്നും ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യം മാത്രം നിരീക്ഷിക്കേണ്ട ഒന്നല്ല ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായ നിരീക്ഷണം ഉണ്ടാകുമെന്നും എന്നാൽ മറ്റൊരു രാജ്യത്തെയും ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ ഒമാൻ മറ്റെല്ലാവരെയും പോലെ സാധാരണ രീതിയിൽ പെരുമാറണമെന്നും അല്ലാത്തപക്ഷം ഒമാനെ തകർക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും നിലവിലെ പുരോഗതിയിൽ അമേരിക്ക പൂർണ്ണ തൃപ്തരല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കവെയാണ് നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാൻ അമേരിക്ക മടിക്കില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഏതൊരു സാഹചര്യത്തിലും ഇറാൻ ആണവായുധം കൈവശപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കി. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ചോ മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ വിട്ടു നൽകുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പുവരുത്തുന്നതും കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായ കരാറുകൾക്ക് മാത്രമേ അമേരിക്ക അംഗീകാരം നൽകുകയുള്ളൂവെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.